താരസംഘടനയിലെ അധികാര കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരെ നടക്കുന്ന അന്വേഷണം എത്രത്തോളം ഫലം കാണുമെന്ന ആശങ്ക പരാതിക്കാർക്കുമുണ്ട്. സിനിമാ ലോകത്തെ പല പ്രമുഖർക്കുമെതിരെ ഇനിയും ആരോപണം ഉയർന്നേക്കുമെന്നാണ് സൂചനകൾ. സിനിമയിലെ അധികാര കേന്ദ്രങ്ങളുടെ പവർ കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നത്. പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദവും അവരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയും സർക്കാരിനുമുണ്ടായിരുന്നു. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സിനിമയിലെ പവർ ഗ്രൂപ്പിലേക്ക് അവർക്കെതിരായ ആരോപണങ്ങളിലേക്ക് അന്വേഷണം കടക്കുമോ എന്നതാണ് പ്രധാനം. പ്രത്യേക സംഘത്തിന് ലഭിച്ച ആദ്യ പരാതികൾ തന്നെ തലക്കനമുള്ള താരങ്ങൾക്കെതിരെയാണ്. രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ എന്ത് നടപടിയുണ്ടാകുമെന്നാണ് സിനിമാ ലോകവും പൊതുസമൂഹവും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. അത്തരം നീക്കങ്ങളെ സിനിമയിലെ ആ പവർ ഗ്രൂപ്പും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടെന്നാണ് DGPയുടെ നിർദ്ദേശം. കമ്മിറ്റിക്ക് പുറത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉത്തരവ്. കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടെന്ന് അതിൽ നിന്നു തന്നെ വ്യക്തം. മാത്രമല്ല, പ്രത്യേക സംഘത്തിന്റെ രൂപീകരണം തന്നെ പോലീസ് ആക്ട് പ്രകാരമല്ലെന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പ്രത്യേക സംഘത്തിന്റെ അധികാര പരിധികൾ വെട്ടിക്കുറച്ച സർക്കാർ സമഗ്ര അന്വേഷണത്തിനുള്ള വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഗ്രൂപ്പിന്റെ അയൽപക്കത്തേക്ക് പോലും കടന്നു ചെല്ലാൻ പ്രത്യേക സംഘത്തിന് സാധിക്കില്ലെന്ന സന്ദേശം അക്കൂട്ടർക്ക് സർക്കാർ തന്നെ പകർന്നു നൽകിയിട്ടുണ്ടെന്നാണ് അടക്കം പറച്ചിൽ. പല്ലുകൊഴിഞ്ഞ സിംഹമായി ഈ പ്രത്യേക അന്വേഷണ സംഘം മാറുമോ എന്ന ആശങ്ക വ്യാപകമാണ്. റിപ്പോർട്ടർ, കൊച്ചി.